ഒരു കാലത്ത് തൊട്ടതെല്ലാം ഹിറ്റാക്കിയ താരം. മലയാളത്തിൽ ബിഗംസിന് പോലും ബോക്സ് ഓഫീസിൽ ടഫ് കൊടുത്ത താരം. തമിഴ്നാട്ടിൽ ഒരു മലയാള നടന് ലഭിക്കാവുന്നതിൽ വെച്ച് വലിയ സ്വീകാര്യത ലഭിച്ച നടൻ. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും കൊണ്ട് യുവാക്കളെ രസിപ്പിച്ച താരം. ഇന്ന് ഒരു വലിയ തിരിച്ചുവരവിനായി മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. നിവിൻ പോളി. മലയാളികളേറെ കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് നിവിൻ പോളിയുടേത്. ബോക്സ് ഓഫീസിൽ വമ്പൻ നേട്ടങ്ങൾ കൊയ്തുകൊടുത്ത താരത്തിന് പിന്നീട് എപ്പോഴോ കാലിടറി. അതൊരു പക്ഷേ മോശം സിനിമകൾ ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നില്ല. മൂത്തോൻ, പടവെട്ട് പോലെ കലാപരമായി മികച്ചു നിൽക്കുന്നതും ശക്തമായി രാഷ്ട്രീയം പറയുന്നതും നിവിൻ പോളി എന്ന നടനെ മുഴുവനായി എക്സ്പ്ലോർ ചെയ്യുന്നതുമായ സിനിമകൾ വന്നിട്ടും കംപ്ലീറ്റ് എന്റർടൈനറായ നിവിൻ പോളിയെ ലഭിക്കാത്തതിൽ പ്രേക്ഷകർ നിരാശരായി. ചില സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിവിൻ പോളി പരാജയപ്പെട്ടതോടെ നിവിൻ പോളി സിനിമകൾ തിയേറ്ററിൽ പോയി കാണണോ എന്ന് സാധാരണ പ്രേക്ഷകർ ചിന്തിച്ചു തുടങ്ങി. OTTയുടെ വരവ് കൂടിയായപ്പോൾ ഇത് ഇരട്ടിയായി. ഇതിനിടയിൽ ഫിറ്റ്നസിന്റെ പേരിലുള്ള കളിയാക്കലുകളും വിമർശനങ്ങളും. ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ പോലുള്ള സിനിമകൾ റിലീസിന് മുമ്പ് കുറച്ചധികം പ്രതീക്ഷകൾ തന്നെങ്കിലും റിലീസിന് ശേഷം വേണ്ടത്ര വിജയകരമായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷത്തിലെ നിവിൻ പോളി എന്ന കഥാപാത്രം വിമർശകരുടെ വായടപ്പിക്കുന്നതായിരുന്നു. നിവിൻ പോളിക്ക് മലയാളികൾക്കിടയിലെ സ്വീകാര്യത എന്തെന്ന് ഈ ഒരൊറ്റ ക്യാരക്ടർ കാണിച്ചു കൊടുത്തു. പതിഞ്ഞ താളത്തിൽ പോയ സിനിമ നിവിൻ പോളിയുടെ എൻട്രിയോടുകൂടി ടോപ്പ് ഗിയറിലെത്തി. പിന്നീട് സിനിമയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. നിവിൻ പോളി തന്നെയായിരുന്നു സിനിമയുടെ സേവിംഗ് ഫാക്ടർ. എങ്കിലും സിനിമകൾ ഇല്ലാത്തതും ഫിറ്റ്നസിന്റെ പേരിലുള്ള കളിയാക്കലും ബോഡി ഷേമിങ്ങും പിന്നാലെ തന്നെയുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി പുള്ളിയുടേതായി ഇറങ്ങുന്ന ഓഫ് സ്ക്രീൻ ഫോട്ടോസും വീഡിയോസും ചില സൂചനകൾ തരുന്നുണ്ട്. കൈവിട്ടുപോയ രാജ്യം തിരിച്ചുപിടിക്കാൻ രാജാവ് തിരികെ എത്തുന്ന പോലെ അയാളും തിരിച്ചുവരവിനായി ഒരു കളമൊരുക്കുകയാണ്. ബോഡി ഷേമിംഗ് ചെയ്തവരുടെ വായടപ്പിക്കുന്ന ഫോട്ടോസും വീഡിയോസും ട്രാൻസ്ഫോർമേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയും പോലെ, കൂടാതെ പ്രതീക്ഷകൾ നൽകുന്ന ലൈനപ്പും. കുറെ കാലമായെങ്കിലും റിലീസിന് തയ്യാറെടുക്കുന്ന റാമിന്റെ 7 കടൽ 7 മല, നയൻതാരയുടെ ഡിയർ സ്റ്റുഡൻസിൽ കുഞ്ഞുവേഷം, എബ്രിക് ഷൈനിന്റെ ആക്ഷൻ ഹീറോ ബിജു 2, അനുരാജ് മനോഹറിന്റെ ശേഖരവർമ്മ രാജാവ്, ആര്യൻ രമണി ഗിരിജ വല്ലഭന്റെ എന്റർടൈനർ. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന താരം ഒറ്റ ദിവസത്തെ ഷൂട്ടിന് ശേഷം ബഡ്ജറ്റ് ഇഷ്യൂസും നിവിൻ്റെ ഫിറ്റ്നസും കാരണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. അതുടൻ തന്നെ തുടങ്ങാനാവുമെന്ന് വിനയ് ഗോവിന്ദ് തന്നെ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ജൂഡ് ആന്റണി, വിനീത് ശ്രീനിവാസനൊക്കെ പുറകെയുണ്ട്. അഭിനവ് സുന്ദർ നായകമായും സിനിമ ചർച്ചയിലുണ്ടെന്നറിഞ്ഞു. ഇപ്പോഴിതാ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ സബ്ജക്റ്റുമായാണ് എത്തിയിരിക്കുന്നത്. എങ്കിലും ചന്ദ്രിക എന്ന സിനിമയുടെ സംവിധായകൻ ഒരുക്കുന്ന സിനിമയ്ക്ക് മൾട്ടിവേഴ്സ് മന്മഥൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിവിൻ പോളി തന്നെയാണ് പ്രൊഡ്യൂസർ. പോരാത്തതിന് മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന ആക്ടർ ഡയറക്ടർ കോംബോ അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രീതി നേടിയ പ്രേമത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുകയാണ്. കാർത്തിക് സുബരാജിന്റെ സ്റ്റോറി പുള്ളി പ്രൊഡ്യൂസ് ചെയ്തേക്കും എന്നും കേൾക്കുന്നുണ്ട്. കാത്തിരിക്കാം മലയാളികൾ ഏറെ ആഗ്രഹിക്കുന്ന നിവിൻ പോളിയുടെ തിരിച്ചുവരവിനായി.